ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 47 47-ാം എപ്പിസോഡ്. ബാക്കിയുള്ള മിക്ക എപ്പിസോഡിനെയും പോലെ തന്നെ രാവിലത്തെ തലേദിവസത്തെ രാത്രിയിലത്തെ പരിപാടിയൊന്നും കാണിച്ചില്ല. രാവിലത്തെ ഒരു പാട്ടൊക്കെ ഇട്ട് അവിടെ കിടന്ന് കുറെ എണ്ണം തുള്ളിച്ചാടുന്നു എന്നൊക്കെ പറയാം. അത് തുള്ളിച്ചാട്ടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഡാൻസ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, തുള്ളിച്ചാട്ടം ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. അപ്പൊ ആ കാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഒരു ഗെയിം അങ്ങോട്ടുണ്ട്. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരേഖ ജനങ്ങൾ തെരഞ്ഞെടുത്തയാണ് ശ്രീരേഖയെ. സോ ശ്രീരേഖ നമ്മുടെ റസ്മിൻ ബായി ആയിട്ട് കുറച്ചു നേരം ഒന്ന് അഭിനയിക്കണമെന്ന് പറഞ്ഞ് സംഗതി നമ്മുടെ ശ്രീരേഖ നന്നായിട്ട് ശ്രീരേഖയുടെ അഭിനയമൊക്കെ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല കലക്കനായിട്ട് അത് ചെയ്തു. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് റസ്മിൻ ബായ്ക്ക് ചെറിയ കൊട്ടായിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റസ്മിൻ ബായ് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് ബിഗ് ബോസ് എന്നോട് ഞാൻ പറയുന്ന കേൾക്കാൻ ആരുമില്ല, ഞാൻ എല്ലാവരുടെയും കേൾക്കുന്നുണ്ട്, എനിക്ക് പറയാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് ആരെങ്കിലും ഒക്കെ കേൾക്കണം എന്നുള്ള വലിയ തള്ളലൊക്കെ അവിടെ നിന്ന് തള്ളി കൺഫെഷൻ റൂമിൽ പോയി ഇരിക്കുന്നു. റസ്മിൻ ബായിക്ക് അറിയാം അവിടെ നിന്ന് തള്ളി കഴിഞ്ഞാൽ പുറത്ത് ജനങ്ങൾ കേൾക്കുമെന്ന്. സോ ഇരുന്ന് കുറച്ച് തള്ളൊക്കെ അത് അങ്ങനെ ഒരു സാധനം പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ലാത്ത തള്ളെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് ഓക്കെ ഞാൻ സെറ്റായി, ഞാൻ പവറായി എന്നൊക്കെ പറഞ്ഞു വന്ന് പിന്നെ എന്താണ്ടൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ റസ്മിൻ ബായ്. അപ്പൊ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ്. സ്ഥിരം ദ കണ്ടന്റ് കിങ്സ് അല്ലെങ്കിൽ കണ്ടന്റ് ജനങ്ങളിലേക്ക് തരുന്നത് അവര് മാത്രമേ ഉള്ളൂ മര്യാദക്കുള്ളത്. സോ അവര് ഇന്നും നല്ല വിശദമായി തരുന്നുണ്ട് രണ്ടുപേരുടെയും ക്ലാരിറ്റി, അവരുടെ ആ ഒരു ലവിന്റെ ക്ലാരിറ്റി നല്ല വ്യക്തമാക്കി തരുന്ന രീതിയിൽ എന്നൊക്കെ പറയണമെന്നുണ്ട്. ഒരു തേങ്ങയില്ല. എല്ലാ ദിവസവും നമ്മളെ മണ്ടന്മാരാക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല പൊട്ടന്മാരാക്കിയിട്ടുണ്ട് നമ്മളെ എല്ലാവരും. ബിഗ് ബോസ് ഫാൻസിനെ ബിഗ് ബോസ് ഫാൻസിനെ നല്ല പൊട്ടന്മാരാക്കിയിട്ടുണ്ട് ഇന്നും. സംഗതി അവരുടെ ലവ് ആണോ, സിറ്റുവേഷൻ ആണോ, ഫ്രണ്ട്ഷിപ്പ് ആണോ, ഒരു ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന വാക്ക് ഇന്നൊരു 10-15 പ്രാവശ്യം അതുങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ഇങ്ങനെ അവരുടെ ഗുണഗുണയൊക്കെ കാണിക്കാൻ നേരത്ത് നമ്മുടെ ഗബ്രി ചേട്ടനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പണി കിട്ടും, വീട്ടിൽ കേട്ടത്തിലും ചേട്ടനെല്ലാം വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചേട്ടൻ എനിക്ക് പ്രണയമുണ്ട് നിന്നോട്, പക്ഷെ അത് വേറെ ടൈപ്പുള്ള. അപ്പോഴേ ഗബ്രി നമ്മുടെ ജാസ്മിൻ പറയുന്നത് മതി രീതി പറയണ്ട, നിർത്ത്. പ്രണയമുണ്ട് പക്ഷെ അത് വേറെ ടൈപ്പ്, ജനങ്ങൾ നീയൊന്നും വിചാരിക്കുന്ന അങ്ങനത്തെ പ്രണയമല്ല. അവന്റെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തോ ഒരു സാധനമാണ്, മനസ്സിലായില്ലേ? വേറൊരു ഐറ്റമാണ് അവന്. എന്തായാലും ആ ഐറ്റം അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ കിടന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗബ്രി മറ്റേ നെറ്റിയുടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്, ജാസ്മിന്റെ പേരൊക്കെ എഴുതി. എന്ത് തേങ്ങ ഇവൻ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം അവന്റെ കയ്യിൽ നിന്നും തന്നെ ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ചെറിയ രീതിയിലൊക്കെ അവന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു കഴിയുമ്പോൾ ഞാൻ പറയാം അതിനെ പറ്റി. അപ്പൊ അതിന്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മണ്ടന്മാരാക്കുന്നു, അത് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്, ജനങ്ങളെ നല്ല പൊട്ടന്മാരാക്കുന്നു കണ്ടന്റ് തരാൻ വേണ്ടിയിട്ട്. അവരുടെ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി ഇതായതുകൊണ്ട്. പക്ഷെ ജാസ്മിൻ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഗെയിമൊക്കെ കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മോളുടെ മറ്റൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അഫ്സല ഇട്ടും പോയി. പുറത്തൊക്കെ വരുമ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാണുന്ന ജനങ്ങളോട് ഇങ്ങനെയുള്ള അണ്ണാക്കിലൊക്കെ കിട്ടും, പണി കിട്ടും. അവിടെ ഇനിയും അടുത്ത പ്രാവശ്യം പോകാൻ താല്പര്യപ്പെടുന്നവരും ഇനി പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരോടും കൂടെയാണ്. ലവ് സ്ട്രാറ്റജി ഒക്കെ അവിടെ കാണിക്കുമ്പോഴത്തേക്ക് ഒന്ന് നോക്കിയും കണ്ടും കാണിക്കുക, ഇല്ലെങ്കിൽ പുറത്തൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് കാണുന്നുണ്ടല്ലോ നിങ്ങൾ നല്ല വ്യക്തമായിട്ട്. അണ്ണാക്കി കിട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ കെട്ടാൻ വെച്ചിരുന്നവരാ പോയത്. നാളെ വേണമെങ്കിൽ വല്ല ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇരിക്കുന്നതിനകത്തുനിന്ന് ഭാര്യ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവ് ഇട്ടേച്ചും പോകും, ഇല്ലെങ്കിൽ ഭർത്താവ് ഈ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യ ആ ഒരു ഐറ്റം കിട്ടും. ഇന്ന് ഗബ്രിയോട് ജാസ്മിൻ, ഗബ്രി എനിക്ക് നിന്നോട്ട് ലവ് ആയിരുന്നട്ടാ എന്നൊരു സാധനമൊക്കെ അടിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനാണോ? അപ്പം അവളുടെ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, അത് അവൾ ജെന്യുവൻ ആയിട്ടാണ്. ഇപ്പൊ ഒരു ഗെയിം ആണെങ്കിൽ പോലും ഗെയിമിന് ഒരു ലിമിറ്റ് ഇല്ലേടേ. ഒരു ഗെയിമിൽ വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം, എനിക്ക് ലവ് ആയിരുന്നടാ, ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം. പക്ഷെ പുറത്ത് വേറൊരുത്തരുണ്ടെന്ന് അവള് മനസ്സിലാക്കുന്നില്ല. ഒരുത്തരുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, നടന്നുപോയി. അപ്പം ഉണ്ടായിരുന്നു. അപ്പൊ അവക്കറിയത്തില്ല അവൻ പോയതൊന്നും. പക്ഷെ എപ്പോഴും ഇത് തന്നെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവനെന്താ മനുഷ്യനല്ലേ എന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള മൂല ഇല്ല ഇവക്ക്. അതൊക്കെ പോയോ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്? എനിക്ക് അതൊക്കെയാ മനസ്സിലാവാത്ത ഇവളുടെ കേസിൽ. എന്തൊക്കെയാണെങ്കിലും ഇവരുടെ ഈ ഒരു ടോക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഇന്ന് കുറെ നേരം അത് തന്നെയാണ് കാണിച്ചത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുനും സിജോയും ഇവരുടെ ഈ കാര്യം തന്നെ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തുറന്നങ്ങ് പറഞ്ഞാൽ പോരെ ലവ് ആണെന്ന്, തീർന്നില്ലേ എന്നുള്ളൊരു സാധനമൊക്കെ ഇവര് അതായത് തൊട്ട് നമ്മൾ കേൾക്കുന്നത് അവിടുത്തെ കണ്ടസ്റ്റൻസ് പറയുന്നത്. അത് ഇവര് ഇന്ന് പറയുന്നത് കേൾക്കാം. അർജുൻ ഇപ്പം സംസാരിക്കാൻ ഒരു കൂട്ട് കിട്ടി സിജോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളെ മറ്റേ മൂലൊക്കെ ഇരിക്കുമായിരുന്നു, ഇപ്പോഴും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പം ഗബ്രിയുടെ കേസ് നമുക്ക് അറിയാലോ, ഗബ്രി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അങ്ങനെ ലവറായിട്ടൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. ജാസ്മിൻ പിന്നെ ഇത് പറഞ്ഞ് നടന്നുകൊണ്ട് ജാസ്മിൻ ഒരു ഡൗട്ട് ഉണ്ട്. ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടു കാണും. ഞാൻ ഇന്നലത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്തില്ല, എനിക്കും വേറെ കുറെ കാര്യങ്ങൾ തിരക്കുകളായതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ഞാൻ കണ്ടായിരുന്നു എപ്പിസോഡ്. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടതാണ്
ഓക്കെ. ജാസ്മിൻ അവിടെ നിന്ന് വെളുപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നതും പിന്നെ നമ്മുടെ സിജോ ചേട്ടൻ്റെ ഒക്കെ ചോദിക്കാനുള്ള രീതിയിൽ എന്തൊക്കെയോ അറിയണം അവക്ക്. പക്ഷെ സിജോ നിന്ന് കൊടുത്തില്ല. പിന്നെ നമ്മുടെ ബിഗ് ബോസ് നല്ലൊരു ആട്ടം കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ഇന്നപ്പോ ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അവർക്ക് അതെല്ലാം മനസ്സിൽ കിടന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അതാണ് സത്യം പറഞ്ഞ സംഗതി അവിടെ നടക്കുന്നത്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വരുന്നുണ്ട്. ഒരു 50ാമത്തെ എപ്പിസോഡ് വരാൻ പോവാണ്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കിറ്റ്, അത് ബിഗ് ബോസിനെ ഉൾപ്പെടെ വെച്ച് എല്ലാവരും ഒന്ന് അനുകരിക്കണം, ഒരു സ്കിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ചലഞ്ച് കൊടുക്കുന്നുണ്ട്. ആ ഗെയിം എന്തായാലും കൊള്ളാം കേട്ടോ. അതായത് നമ്മുടെ പവർ ടീമും ഡെന്നും കൂടെ ആയിരുന്നു, ജിൻഡോയുടെ ടീമുമായിട്ട്. അപ്പൊ അതിനകത്ത് ഒരു കാന്തം, ഒരു മാഗ്നറ്റ് പോലുള്ള ഒരു പീസ് റൗണ്ട്, അത് ഓടി ഒരു ടീമിലെ 2-3 പേർക്ക് മത്സരിക്കുക. അപ്പൊ അവരുടെ പുറത്ത് മറ്റേ ഏറുപന്ത് കളിക്കുമല്ലോ, ഏതാണ്ട് അതിന്റെ ഒരു വേറെ വേഷം. ഇതൊരു കാന്തം പോലത്തെ ഒരു സാധനം പുറത്ത് ഒട്ടിച്ച് കൊടുക്കണോ, അങ്ങനത്തെ ഒരു ഗെയിം ഒട്ടിയിരിക്കും ഇത് എറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം, എന്റെ പൊന്നെ, അതിന്റെ പേരും പറഞ്ഞുള്ള കൂട്ടത്തല്ല്. എനിക്ക് ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി നെഗറ്റീവ് ആണെങ്കിൽ പോലും അവിടുന്ന് പുറത്തേക്ക് കുറെ കണ്ടന്റ് തരുന്നുണ്ട്. ഇപ്പൊ ഗബ്രിയെ ജനങ്ങൾക്ക് പുറത്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവന് വോട്ട് കിട്ടിയില്ലെങ്കിലും നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ അവിടെ പിടിച്ചു നിർത്തും, പറഞ്ഞു വിടാനൊന്നും പോകത്തില്ല. ഓക്കെ, കാരണം നമുക്കറിയത്തില്ല എത്ര പേരെ വോട്ട് ചെയ്തു, അവിടെ ഇവർ നിർത്തുന്ന ആൾക്കാർക്കെല്ലാം വോട്ട് ചെയ്യുന്നുണ്ട്, കിട്ടിയിട്ടാണോ നിൽക്കുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല. നേരെ മറിച്ച് അവരുടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് നിർത്തും, പുറത്ത് കളയൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു കേസിൽ ഗബ്രി അവിടെ നിന്നോളും, അതൊക്കെ ഓക്കെ. പക്ഷെ ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ഗെയിം കണ്ടപ്പോ ഗെയിമർ ആണവൻ, പക്ഷേ അത്ര നല്ല ഗെയിമർ ഒന്നും അല്ല. സീരിയസ്ലി, എതിർ ടീമിലുണ്ടായിരുന്ന ജിൻഡോ ചേട്ടൻ നല്ല ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗെയിമർ ഒന്നും അല്ല. ഇച്ചിരി കൂടായ്പൊക്കെ ചേട്ടൻ്റെയിലും ഉണ്ട്, നമ്മൾ നല്ല വ്യക്തമായിട്ട് കണ്ടു. ആദ്യത്തെ ഒരു വഴക്ക് വരുന്നത് ഋഷിയെ ജിൻഡോ ചേട്ടൻ ഒന്ന് പിടിച്ചു വെച്ചപ്പോഴായിരുന്നു. ഈ ഗെയിമിന്റെ ഇടയ്ക്ക് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഋഷിയെ വിട്ടില്ല, പിടിച്ചു വെച്ചു. ഈ ഗെയിമിന്റെ ഒരു പാർട്ടാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ പിടിച്ചു വെക്കാൻ പാടില്ല എന്നൊന്നും. പക്ഷെ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം ജിൻഡോ ചേട്ടൻ ഇവനെ വിടത്തില്ല. കാരണം വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഒട്ടിക്കുമെന്ന് ജിൻഡോ ചേട്ടൻ അറിയാം. അതുകൊണ്ട് തന്നെ ജിൻഡോ ചേട്ടൻ ഇവനെ പിടിച്ചു വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു ഗെയിമില് ഫസ്റ്റ് ഒരു വാഗ്വാദം ഉണ്ടാകുന്ന അവിടെയാണ്. അത് കഴിഞ്ഞൊരു ബ്രേക്ക് വരുന്നു, പിന്നെയും ഗെയിം വരുന്നു. പിന്നെയും ഗെയിം വന്നപ്പോഴത്തേക്ക് ഗെയിം എൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഇതിന്റെ ഇടയ്ക്ക് വഴക്കുണ്ടാവാൻ ഈ ഒരു ഋഷിയുടെ ഒരു കേസ് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ബ്രേക്ക് വരുന്നത് ഇവര് ഗെയിമിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാസ്മിന്റെ ചേട്ടന്റെ പേരെന്താ, ഗബ്രിക്കുട്ടൻ. അത് എനിക്ക് അങ്ങനെ ഓർമ്മ വരത്തുള്ളൂ ജാസ്മിന്റെ ചേട്ടന്റെ പേര്. അപ്പൊ ജാസ്മിന്റെ ചേട്ടനായിട്ടുള്ള ഗബ്രിക്കുട്ടനും ജിൻഡോയും കൂടെ ഈ ഒരു സാധനത്തിന്, ഈ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ജിൻഡോ റസ്മിൻ നമ്മുടെ ഗബ്രിക്കുട്ടനെ കയറി അങ്ങ് പിടിച്ചു വെച്ചു, വിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് നിന്ന് ആ ഒരു നിപ്പില് ഗബ്രി നേരെ നമ്മുടെ ജിൻഡോയുടെ ഫേസിൽ കയറി അങ്ങ് പിടിച്ച് രണ്ടുപേരും കൂടെ വീഴുന്നുണ്ട്. ആ ഒരു കേസില് ഗബ്രിക്കുട്ടന്റെ തന്നെയാണ് തെറ്റ്. അവൻ മനഃപൂർവ്വം വലിച്ചു താഴത്തേക്ക് ഇടാൻ നോക്കി. അപ്പൊ ലാലേട്ടൻ ഈ ഒരു സാറ്റർഡേ സൺഡേ ആയിട്ട് വരുമ്പം എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ ഇതും പറഞ്ഞ് ഗബ്രിയെ വഴക്ക് പറയുന്നത്. എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല കേട്ടോ. കാരണം ഗബ്രിയുടെ ഒക്കെ ലാലേട്ടന്റെ ഒക്കെ പൊന്നു മോനാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ പൊന്നു മോനാണ് ഗബ്രി. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റ് വെച്ച് അവന്റെ നെഞ്ചത്ത് കയറത്തുള്ളൂ. അതിന്റെ ആ ലിമിറ്റിന്റെ അപ്പുറത്തേക്ക് അവനെ ഒന്നും പറയാനോ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനെയും ജാസ്മിന് കണ്ടന്റ് കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് തിരിച്ചടി കിട്ടാതിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കാരണം ഈ ഒരു കേസിൽ ജിൻഡോയുടെ നെഞ്ചത്ത് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം കഴിയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ഒരു വീഴ്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഗെയിം സ്റ്റാർട്ട് ചെയ്യും. അപ്പത്തേക്ക് ശരണ്യായിട്ട് ലാസ്റ്റ് ഒരു അതിനെനിക്ക് ജിൻഡോ ചേട്ടനെ മാത്രമേ കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം ജിൻഡോ ഒരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ വിടത്തില്ല. ജിൻഡോയുടെ മൈൻഡ് കൊള്ളാം, ഗെയിമാണ്, ഞാൻ ജയിച്ചാൽ മതി, ആ ഒരു മൈൻഡാണ് ജിൻഡോയ്ക്ക്. സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം. അവിടെ വേറെ ആരും, എല്ലാവരും സിംഗിൾ ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. അല്ലാതെ ആണ് പെണ്ണ് വേറെ വ്യത്യാസം വെച്ച് അവിടെ നിൽക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടല്ല ശരണ്യ അപ്പത്തേക്കും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ബിഗ് ബോസ് ആണെങ്കിലും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് അൻസിബയൊക്കെ വയ്യാതായിട്ടൊക്കെ പോയി. അൻസിബയെ കൊണ്ടൊന്നും പറ്റത്തില്ല, അൻസിബയെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല ബിഗ് ബോസ്. എനിക്ക് അങ്ങനെ തന്നെ തോന്നി. ഓക്കെ, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു ഗെയിം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൻഡ് ആവുമ്പോഴത്തേക്ക് ജാസ്മിനും നന്ദനയായിട്ടൊരു വഴക്ക് കാണും. ജാസ്മിനും നന്ദനയോടുള്ള വഴക്ക് വരാനുള്ളൊരു കാര്യം ഈ ജിൻഡോയുടെ കേസിൽ, അതായത് ലാസ്റ്റ് ശരണ്യയെ പിടിച്ചു വെക്കാമെന്നാണ്. അങ്ങനെ ബിഗ് ബോസ് പിടിച്ചു വെക്കേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. സോ ജിൻഡോ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെയാണ് എൻഡ് ആവുന്നത് ഈ ഗെയിം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആ ഒരു സംഭവം കഴിയുമ്പോഴത്തേക്ക് ജാസ്മിൻ ജിൻഡോയെ ചെന്നിട്ട് മറ്റേ ഉപദേശിക്കാൻ തോന്നുന്നുണ്ട്. അതൊരു ചെല്ലുന്നുണ്ട്. അതായത് ഒരു പെണ്ണല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യാവോ, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നുണ്ട്. സ്വന്തം ടീം തന്നെയാണ് ജാസ്മിൻ. എന്നാലും ഗബ്രി ഒരു വ്യക്തി ഉണ്ടല്ലോ, അപ്പൊ ഗബ്രിയുടെ ടീമാണല്ലോ പവർ ടീം. അപ്പൊ അതുകൊണ്ടായിരിക്കാം, അതോ ഇനിയും ശരണ്യോടുള്ള മറ്റേ സ്നേഹം മൂത്തിട്ടോ. എന്തായാലും ജാസ്മിൻ ആ ഒരു നല്ല പോയിന്റ് പറയുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ് കേട്ടോ ജാസ്മിൻ, അത് തെറ്റൊന്നുമില്ല. അപ്പൊ അത് പറയുന്നതിന്റെ ഇടയ്ക്ക് നന്ദനയ്ക്ക് അങ്ങ് പൊട്ടി. നന്ദന പ്രത്യേകിച്ച് ഇന്ന് ക്യാമറ ഫേസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നന്ദന ചൊറിഞ്ഞോണ്ടി വന്നു. രണ്ടും കൂടെയും പിന്നെ അങ്ങോട്ട് കോണ.
നന്ദന പറയാനുള്ളൊരു കാര്യം, നീ 2 വെള്ളത്തിൽ കാലേ ഔട്ടരുത്, നിന്റെ മറ്റേ ഗബ്രിക്കുട്ടൻ അതുമായിട്ട് എപ്പോഴും അങ്ങ് മറ്റേ ചേർക്കും. നന്ദന എപ്പോ ജാസ്മിനോട് ചൊറിയാൻ ചെന്ന് കഴിഞ്ഞാൽ ഗബ്രിയെ വലിച്ചങ്ങ് ഇടും. സത്യമാണത്. അപ്പൊ ആ ഒരു സാധനം ഇന്നും കണ്ടു. പിന്നെ ജാസ്മിന് നന്ദനയോട് പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു നിൽക്കാൻ പറ്റും, പോയിന്റ് കറക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ ജാസ്മിന് പറ്റുന്നൊരു അബദ്ധം എന്താ പറയുക, ജാസ്മിന് പറ്റുന്നൊരു അബദ്ധമല്ല, ഈ നന്ദന ജാസ്മിൻ വരുമ്പോഴത്തേക്ക് നന്ദനയ്ക്ക് ഒരു പവർ പോയിന്റ് എന്ന് പറയാം. അവളുടെ കയ്യിൽ ഒരു പവർ പോയിന്റ് ഉണ്ട്, അവളുടെ ഒച്ച. ജാസ്മിൻ എത്ര ഒച്ച ഉണ്ടാക്കുന്നു അതിന്റെ ഡബിൾ ഇരട്ടി അവള് മറ്റേ കിടന്നുകൊണ്ട് കാറും. അപ്പത്തേക്ക് ജാസ്മിൻ അങ്ങ് താന്നു പോകും. ആരും കേൾക്കുന്നില്ല, അവളുടെ കേൾക്കുന്നുള്ളൊരു സാധനം വരുമ്പം ജാസ്മിൻ ഒന്ന് ഇടിഞ്ഞു പോകും. ആ ഒരു സംഗതി ഇന്നും കണ്ടു. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഗെയിമിന്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ജിൻഡോയുടെ കേസിൽ, നമ്മുടെ ഋഷിക്കുട്ടന്റെ കേസിൽ ഋഷിക്കുട്ടനെ പിടിച്ചു വെച്ചു. അങ്ങനത്തെ ആ ഒരു പോയിന്റിൽ ഋഷിക്കുട്ടൻ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് ജാസ്മിൻ വന്ന് ചാടി വീഴും. അപ്പൊ ജാസ്മിനുമായിട്ട് നമ്മുടെ ഋഷിക്കുട്ടൻ ഒരു ടോക്ക് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ ചെറിയ ചെറിയ തർക്കങ്ങൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗബ്രി ആദ്യം ഒന്നും ഇടപെടാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗബ്രി അങ്ങ് കയറി ഇടപെട്ടു. അപ്പൊ ജാസ്മിനും ഗബ്രിയും കൂടെ ഉള്ള ഒരു പൊട്ടൽ നമുക്ക് അവിടെ കാണാം. എന്തായാലും ചെറുതായിട്ടുള്ളതൊക്കെ പൊട്ടലും അവർ തമ്മിലും നടന്നു വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് കനക്കണമെങ്കിൽ അവർ തമ്മിൽ ഈ ഒരു ലവ് സ്ട്രാറ്റജി ഇല്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങ് മാറണം. ജാസ്മിൻ അത് എങ്ങനെ മാറും, മെല്ലെ മെല്ലെ അത് മാറ്റി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു പഞ്ച് സ്ഥാനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് വരുവാണെങ്കിൽ ഗെയിം കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇന്നെന്തായാലും ഇതെല്ലാം കൂട്ടിക്കുഴഞ്ഞുള്ള ഒരു ദിവസമായിരുന്നു. ഒരു അവിയൽ പരിവായിരുന്നു, ചുമ്മാ ഒച്ചയും വേളവും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ജാസ്മിൻ മാക്സിമം ക്യാമറ ഫേസിന് ക്യാമറ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോറ ഒരു കാര്യമല്ല, ലാസ്റ്റ് ഇന്ന് തീരാൻ നേരത്തെ രാവിലെ ഒരു 2:15 ഒരു ചെറിയ ക്ലിപ്പും കൂടെ ആ ഒരു സാധനം കൂടെ കാണിച്ചാണ് ഇന്നത്തെ എൻഡ് ചെയ്തത്. അതിനകത്ത് നോറ നമ്മുടെ മറ്റേ റസ്മിൻ ബായ് നമ്മുടെ റസ്മിൻ ബായിയോടുള്ള കുറച്ച് സംസാരങ്ങളുണ്ട്. അത് ജാസ്മിനെ പുച്ഛിക്കുന്ന ഒരു സാധനം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നോറയ്ക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ജാൻമണി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നോറ എന്ന് ഒതുങ്ങിയതുപോലെയാണ്. നോറയ്ക്ക് കൂടുതൽ അങ്ങോട്ട് ക്യാമറ അറ്റൻഷൻ കിട്ടുന്നില്ല. സോ അതിനുവേണ്ടി അവൾ ഇനി മാക്സിമം എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ശ്രമിക്കുമായിരിക്കും വരും ദിവസങ്ങളിൽ. കാരണം ഇന്നും ഒന്നുമായിട്ട് അവൾക്ക് വലിയ ഒന്നും കിട്ടിയിട്ടില്ല. അത് ചേച്ചിക്ക് എന്തായാലും ഇനി കിടന്ന് ഉറങ്ങാൻ നേരത്തെ ചിലപ്പോൾ തോന്നും. അങ്ങനെയാണെങ്കിൽ ചേച്ചി ചിലപ്പോൾ ഒന്ന് മാറ്റി കളിക്കും. ഏതെങ്കിലും ഒരു പുതിയ ആളെ പിടിച്ച് അങ്ങോട്ട് വഴക്ക് തുടങ്ങുമായിരിക്കും എന്നൊക്കെയാണ് എനിക്ക് പ്രതീക്ഷ. എന്തായാലും നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് സംസാരിക്കാം. ഓക്കെ.